വയനാട് ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിൽ കാണാതായവർക്കായി 5ാം ദിവസവും തിരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ കൈനൂരിൽ വെള്ളക്കെട്ടിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈനൂർ സ്വദേശി അഖിലാണ് മരിച്ചത്. പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ച് ആയിരങ്ങൾ. ബലിതർപ്പണത്തിനായി ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. മണ്ണുത്തിയിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 കുപ്പി മദ്യവുമായി 2 പേർ പിടിയിൽ. ആറാട്ടുപുഴ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. കാലവർഷക്കെടുതിയുടെ ആനുകൂല്യങ്ങൾക്കായി ഓഫീസ് കയറിയിറങ്ങി ദുരിതബാധിതർ. കുന്നംകുളം തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥ. നിരാഹാര സമരം നടത്തിയ ദിലീപ് അബ്ദുൽ ഖാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ 5ാം ദിവസമായ ഇന്നും തുടരുന്നു. മുണ്ടക്കൈയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുന്നത്. റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ എത്തിച്ചാണ് തിരച്ചിൽ. ദുരന്തത്തിൽ ഇതുവരെ 349 പേരാണ് മരിച്ചത്. ഇനി 200-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ഔദ്യോഗിക വേഷത്തിൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ സംഭാവന നൽകിയ താരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈകാരികമായ കുറിപ്പും പങ്കുവച്ചിരുന്നു. ദുരിതാശ്വാസ ദൌത്യത്തിൽ മുൻനിര പോരാളികൾക്ക് മോഹൻലാൽ നന്ദിയും അറിയിച്ചു. വയനാട്ടിലെ ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കാലത്തിനനുസരിച്ച് ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം മാറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നാശം വിതച്ച ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റയ്ക്കാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിസഭാ ഉപസമിതി എല്ലാ ഘട്ടത്തിലും ഒപ്പമുണ്ടാകും. വയനാട് പുനരധിവാസം സമഗ്രമായി നടപ്പാക്കും. ഒറ്റപ്പെട്ട് കിടക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്തു നിന്ന് കിട്ടിയ ശരീര അവയവങ്ങൾ സംസ്കരിക്കാൻ റവന്യൂ വകുപ്പ് അധികൃതർ 9 ഏക്കർ പ്രത്യേകമായി കണ്ടെത്തി. സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടത്തുകയെന്നും മന്ത്രി പറഞ്ഞു. 2ാമത്തെ ദിവസം ബുധനാഴ്ച നമ്മൾ പ്ലാൻ ചെയ്തത് ഇനിയും ബാക്കിയുള്ള, അതായത് വനറാണി റിസോർട്ട്, അവിടെ തന്നെയുള്ള ഒരു മസ്ജിദ് ഉസ്താദ് ഉൾപ്പെടെയുള്ള 10 പേർ, അങ്ങനെ രാത്രിയിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം കിട്ടിക്കൊണ്ട് ആളുകളെ റിക്കവർ ചെയ്യാനും അതുപോലെ ഡെഡ് ബോഡികളിലേക്ക് കടക്കാനും വേണ്ടി രക്ഷാപ്രവർത്തന ദൌത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. 3ാമത്തെ ദിവസം നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അതോടൊപ്പം തന്നെ അകത്തേക്ക് JCBയും ഹിറ്റാച്ചിയും കടത്തിയുള്ള തെരച്ചിലുകൾ ആരംഭിക്കുക, യന്ത്രസാമഗ്രികളുടെ കൂട്ടത്തിൽ എന്നാണ് നമ്മൾ കരുതുന്നത്. ബെയിലി പാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കൊടുത്തുവിടാൻ നമുക്കായി. ഹിറ്റാച്ചിയും JCBയും അകത്തേക്ക് കിടക്കാനായി. ഇന്നലെ നമ്മൾ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഒരുപക്ഷെ അവിടുത്തെ ഏറ്റവും മാസ്സായിട്ടുള്ള ഓർഗനൈസേഷനായിരിക്കും. ഞങ്ങളെല്ലാവരും മന്ത്രിസഭാ ഉപസമിതി പൂർണ്ണമായിട്ടും ആർമി ഉൾപ്പെടെയുള്ള ഫോഴ്സുമായി കൂടിയാലോചിച്ച് ഇപ്പോൾ മുണ്ടകൈ പ്രദേശത്തെ, ഈ ദുരന്തം നടന്ന പ്രദേശത്തെ 6 സോണാക്കി തിരിച്ചിരിക്കുകയാണ്. 6 സോണുകളിലായി ഓരോ സോണിലേക്കും എത്ര സൈന്യം വേണം എന്നുള്ളത് നോക്കി ഇപ്പോൾ നമുക്ക് ആർമിയുണ്ട്, പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, എയർ ഉണ്ട്, നേവി ഉണ്ട്. ഇതിനെല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് 30 പേരടങ്ങുന്ന 40 ടീമുകളെ നമ്മുടെ അകത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഓരോ ടീമിലും ആവശ്യമായിട്ടുള്ള 3 പ്രാദേശിക പ്രവർത്തകർ, ഓരോ ടീമിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ഓരോ ടീമിലും സ്ട്രക്ചറുകൾ, കട്ടിംഗ് മെഷീനുകൾ, ഇങ്ങനെ വെൽ എക്യുപ്പൈഡായി. കഴിഞ്ഞ ദിവസം വരെ സന്നദ്ധ പ്രവർത്തകർ വരുമ്പോൾ നേരെ അങ്ങോട്ട് കയറുകയായിരുന്നു. ഇന്നലെ മുതൽ പൂർണ്ണമായും അക്കൗണ്ടബിളായി എത്ര പേർ അകത്ത് കയറിയിട്ടുണ്ട് എന്ന് നോക്കുകയും വെറുതെ നടക്കേണ്ട കാര്യമില്ല, ഓരോരുത്തരെയും ഓരോ സോണുകളിലേക്കും ടീമുകളിലേക്കും വിന്യസിപ്പിക്കുക. പുത്തൂർ കൈനൂർ റോഡിലെ വെള്ളക്കെട്ടിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ 24 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. കഴിഞ്ഞ 30-നാണ് വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ യുവാവ് ഒഴുക്കിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇന്ന് NDRFും
ഫയർഫോഴ്സും പോലീസും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് ടാജൻ, കെ വി സജു, പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുരേന്ദ്രൻ, സജിത്ത് തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ച് ആയിരങ്ങൾ. ബലിതർപ്പണത്തിനായി ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയതും നേതൃത്വം നൽകി. ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ഒരുക്കങ്ങൾ നടത്തിയത്. ആറാട്ടുപുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് മന്ദാരക്കടവിന് മുകളിലുള്ള റോഡിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നടന്ന ബലിതർപ്പണ ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആചാര്യൻ മണികണ്ഠൻ, മേൽശാന്തി ഗോദശർമ്മൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കനത്ത ഒഴുക്കിനെ തുടർന്ന് ഭാരതപ്പുഴയിൽ ഇറങ്ങി കുളിക്കാൻ ഭക്തരെ പോലീസ് അനുവദിച്ചിരുന്നില്ല. നിരവധി പോലീസുകാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വാവുബലി തർപ്പണം നടന്നു. ഒരേസമയം 700-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരുന്നത്. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. പാമ്പാടി ഐവർമഠത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും രമേശ് കോരപ്പത്തിന്റെയും കേരള ബ്രാഹ്മണ സഭയുടെയും നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. ഗായത്രിപ്പുഴയുടെ ചീരക്കുഴി കടവിലും ബലിതർപ്പണം നടന്നു. വടക്കേത്തറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ചടങ്ങുകൾ നടന്നത്. പഞ്ചവടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടന്നു. പഞ്ചവടി കടപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞശാലയിൽ മേൽശാന്തി ഷൈനി ശാന്തിയുടെ നേതൃത്വത്തിൽ 25ഓളം പരികർമ്മികളുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 2:30 മുതൽ ആരംഭിച്ച ബലിതർപ്പണത്തിന് ആയിരങ്ങളാണ് എത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് പാലപ്പെട്ടി ദിലീപ് കുമാർ, സെക്രട്ടറി വിനയദാസ് താമരശ്ശേരി, ട്രഷറർ വിക്രമൻ താമരശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മണ്ണുത്തിയിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോഡ് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് മണ്ണുത്തി പോലീസും ഷാഡോ പോലീസും ചേർന്ന് പിടികൂടിയത്. ലോറിയിൽ നിന്ന് 5000-ഓളം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ നിന്നും 30 കുപ്പി മദ്യം റെയിൽവേ പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പാലക്കാട് വാണിയമ്പാറ സ്വദേശികളായ രാജേഷ്, സജിത്ത് എന്നിവരെ റെയിൽവേ SHO തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ആറാട്ടുപുഴ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. കാലവർഷക്കെടുതിയുടെ ആനുകൂല്യങ്ങൾക്കായി ഓഫീസ് കയറിയിറങ്ങി ദുരിതബാധിതർ. വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ കാലവർഷക്കെടുതിയെ തുടർന്ന് 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ഇവർക്ക് പല ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. ആറാട്ടുപുഴ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർ മെയ് 31-ന് വിരമിച്ചതിനെ തുടർന്ന് പുതിയ നിയമനം നടത്താത്തതാണ് ദുരിതത്തിലാക്കിയത്. ഇതോടെ ഓഫീസിലെത്തുന്നവരെ സമീപ വില്ലേജ് ഓഫീസുകളായ വല്ലച്ചിറ, ചേർപ്പ് എന്നിവിടങ്ങളിലേക്ക് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. വില്ലേജിൽ നിന്ന് ലഭിക്കേണ്ട വിവിധ രേഖകൾ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിച്ച് അപേക്ഷിക്കാമെങ്കിലും അവ അനുവദിച്ച് നൽകുന്നതിനായി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും ജനങ്ങളെ വലയ്ക്കുകയാണ്. പോക്കുവരവ് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് നടത്താൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. വില്ലേജ് ഓഫീസർ റിട്ടയർ ചെയ്തതിനു ശേഷം ഒരു പുതിയ വില്ലേജ് ഓഫീസറെ നിയമിക്കുകയോ അതുപോലെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആള് ഇന്ന് ഈ വില്ലേജ് ഓഫീസിലില്ല.
അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ പ്രകൃതി ദുരിതം കൊണ്ട് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. 1-2 ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നു. ജനങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ ഇവിടെ കഴിയുന്നില്ല. ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ്. ഇവിടെ നിന്ന് ഒരു പോക്കുവരവ് നടത്തണമെങ്കിൽ, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ ചേർപ്പിലേക്കും മറ്റുള്ളിടത്തേക്കും ഓടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കുന്നംകുളം തൃശൂർ സംസ്ഥാന പാത സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മരണം വരെ നിരാഹാര സമരം നടത്തിയ ദിലീഫ് അബ്ദുൽ ഖാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SDPI മണലൂർ മണ്ഡലം പ്രസിഡന്റ് ദിലീഫ് അബ്ദുൽ ഖാദറിനെയാണ് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആരോഗ്യ വിഭാഗം അധികൃതർ പരിശോധിച്ച ശേഷം സമരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ദിലീഫ് വഴങ്ങിയില്ല. തുടർന്നാണ് പോലീസ് നടപടി. അതേസമയം ആശുപത്രിയിലും നിരാഹാര സമരം തുടരുകയാണ് ദിലീഫ്. മലപ്പുറം കാളികാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് സാഹസികമായി പിടികൂടി. ആലപ്പുഴ അരുകുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ ഫൈസലാണ് പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കാർ മോഷ്ടിച്ച് കടന്ന യുവാവിനെക്കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ നടത്തിയ പരിശോധനയ്ക്കിടെ വെട്ടിച്ച് കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിലെ യു-ടേണിൽ വെച്ച് പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടി. പിന്നീട് കാളികാവ് പോലീസിന് പ്രതിയെ കൈമാറി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പുതുതായി നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളിൽ അഭിഭാഷകർക്ക് പരിശീലനം നൽകുന്നതിനായി കേരള ബാർ കൌൺസിൽ, കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ സഹകരണത്തോടെ ജില്ലാതലത്തിൽ നടത്തുന്ന ദ്വിദിന പരിശീലന ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി PM മനോജ് നിർവഹിച്ചു. കേരള ബാർ കൌൺസിൽ ചെയർമാൻ TS അജിത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പ്രിൻസിപ്പൽ ജഡ്ജ് PP സൈതലവി, ജുഡീഷ്യൽ അക്കാദമി അഡീഷണൽ ഡയറക്ടർ K കൃഷ്ണകുമാർ, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ KB സുനിൽകുമാർ, തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ T തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന ക്ലാസുകളിൽ ജില്ലയിൽ നിന്ന് 200ഓളം അഭിഭാഷകർ പങ്കെടുക്കുന്നുണ്ട്. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ നാരായണ പിഷാരടി, അബ്രഹാം മാത്യു എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. തൃശൂർ തൃപ്രയാർ സംസ്ഥാന പാതയിൽ മരം കടപുഴകി വീണു. ചേർപ്പ് മുത്തുള്ളിയാൽ ചേനം റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന വൻ മരമാണ് റോഡിലേക്ക് വീണത്. വൈദ്യുതി കമ്പികളും കേബിളുകളും പൊട്ടി വീണു. തൃശൂരിൽ നിന്ന് അഗ്നിശമന സേനാംഗങ്ങളെത്തി മരം മുറിച്ചു നീക്കി. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 14ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് ചൊവ്വാഴ്ച തിരിതെളിയും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ചയാണ് യജ്ഞം സമാപിക്കുക. ചൊവ്വാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും തുടർന്ന് ഇല്ലംനിറ, ആനയൂട്ട് എന്നിവയുമുണ്ടാകും. നവാഹ യജ്ഞം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഭക്തർക്ക് ഭക്ഷണം ഒരുക്കുമെന്ന് ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ഉപദേശക സമിതി ഭാരവാഹികളായ V ശ്രീധരൻ, C ജയേഷ് കുമാർ എന്നിവർ അറിയിച്ചു. എടത്തുരുത്തി കയ്പമംഗലം പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊടുങ്ങല്ലൂർ DYSP VK രാജു സന്ദർശിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 112 പേരും കാക്കാത്തുരുത്തി ഇസ്സത്തുൽ ഇസ്ലാം മദ്രസയിൽ 100 പേരുമാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനം ജനപ്രതിനിധികളടക്കമുള്ളവർ ആസ്വദിച്ചു. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ് എന്നിവരും DYSPയോടൊപ്പം ഉണ്ടായിരുന്നു. കുറുമ്പിലാവ് GLP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് CC മുകുന്ദൻ MLA സന്ദർശിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, സുഷമ നന്ദകുമാർ, ജോർജ് D ദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PS ജോഷി, രമ്യ മഠകാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. മുല്ലശ്ശേരി കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ ഓടിട്ട വീട് തകർന്നു. 12ാം വാർഡിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അവിവാഹിതയായ പടിയത്ത് ലീലയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. വില്ലേജ് ഓഫീസർ, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് മാറി താമസിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിന്റെ ഒറ്റമുറിയുള്ള ഓല ഷെഡിലാണ് ലീല ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത്. ഉദാരമതികളുടെ സഹായത്തോടെ ലീലയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ.
ആലപ്പാട് പറവച്ചാൽ തോടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തി കയ്യേറിയത് മൂലം ചാഴൂർ പഞ്ചായത്തിലെ 6 വാർഡുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിൽ. 5, 6, 7, 14, 15, 16 വാർഡുകളിലെ നൂറുകണക്കിന് വീടുകൾ വെള്ളക്കെട്ടിലായി. റോഡ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയതിനാൽ പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ്. മേഖലയിലെ കോൾപ്പടവുകളിൽ എത്തിച്ചേരുന്ന വെള്ളം ജയന്തിപ്പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് പോകുവാനുള്ള എളുപ്പവഴിയാണ് ഇരട്ടപ്പാലം പറവച്ചാൽ തോട്. ചാഴൂർ, പഴുവിൽ, പുറത്തൂർ, ആലപ്പാട് മേഖലകളിൽ നിന്നുള്ള വെള്ളം ഈ തോട് വഴി അന്തിക്കാട് പടവിലെത്തിയാണ് ഏനാമാവ് റെഗുലേറ്ററിലേക്കും തുടർന്ന് കടലിലേക്കും ഒഴുകിപ്പോകേണ്ടത്. കയ്യേറ്റമുള്ള ഭാഗം ഒഴിച്ചുള്ള തോടിന്റെ ഭാഗം MLA ഫണ്ടും പ്രളയ ഫണ്ടും ഉപയോഗിച്ച് ഈയിടെ നവീകരിച്ചിട്ടുണ്ട്. തോട് കയ്യേറിയ വ്യക്തി പഞ്ചായത്തിനെതിരെ കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയതാണ് പറവച്ചാലിന്റെ വീണ്ടെടുപ്പിന് തടസ്സമായത്. ആലപ്പാട് ഇരട്ടപ്പാലത്തിനടിയിലെ ഇടുങ്ങിയ ഓവിലൂടെയാണ് വെള്ളം നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതും നീരൊഴുക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട്. മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി മാലിന്യം നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായേനെമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചാഴൂർ പഞ്ചായത്ത് ഭരണസമിതി നിസാരവൽക്കരിച്ചതാണ് പ്രശ്നം വഷളാകാൻ കാരണമെന്ന് പൊതുപ്രവർത്തകൻ SK റസാഖ് ആരോപിച്ചു. ഇരട്ടപ്പാലം മുതൽ അന്തിക്കാട് പാടശേഖരം വരെ ഒഴുകുന്ന തോടിന്റെ നീരൊഴുക്കിന്റെ തടസ്സങ്ങൾ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഭീമഹർജി തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. TCV അന്തിക്കാട്. ചാലക്കുടി കൂടപ്പുഴ ശിവക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഊട്ടുപുര പറമ്പിൽ ഇതിനായി പ്രത്യേകം പന്തലൊരുക്കിയിരുന്നു. കൂടപ്പുഴ NSS കരയോഗമാണ് സൗജന്യമായി ബലിതർപ്പണ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കൂർക്കഞ്ചേരി സോമിൽ റോഡ് കീഴ്തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് നമ്പി നാരായണൻ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് മേൽശാന്തി മുരിങ്ങൂർ മന വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകി. ബലിതർപ്പണ ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് MG രാമചന്ദ്രൻ, സെക്രട്ടറി MG പുഷ്പാങ്കദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിൽ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ 5 മണിയോടെയാണ് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. മേൽശാന്തി മുരിയമംഗലത്ത് മന ഉണ്ണി ഭട്ടതിരിപ്പാട് പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് കർമ്മി സുധി പാർലിക്കാടിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. കർമ്മങ്ങൾക്ക് ശേഷം ഭക്തർ മല്ലൻകുഴി നീർച്ചോലയിൽ മുങ്ങി പിണ്ടം പിതൃക്കൾക്ക് സമർപ്പിച്ചു. ചടങ്ങിനെത്തിയ മുഴുവൻ പേർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി ശശി പ്ലാച്ചേരി, ട്രഷറർ OS സുബ്രഹ്മണ്യൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കർക്കിടക വാവിനോടനുബന്ധിച്ച് ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പിതൃബലി തർപ്പണ ചടങ്ങിന് നിരവധി പേരെത്തി. ചെട്ടിച്ചാൽ മണികണ്ഠൻ ശാന്തി ബലിതർപ്പണ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വെങ്കിടങ്ങ് വലിയമ്പലം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ വാവുബലി ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി പുരുഷോത്തമൻ നമ്പൂതിരിയും വാവുബലി ചടങ്ങുകൾക്ക് തോയക്കാവ് സന്തോഷ് ശാന്തിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റി വാസുദേവൻ ഭട്ടതിരിപ്പാട്, ജാതവേദൻ ഭട്ടതിരിപ്പാട്, ബിജു ഉള്ളന്നൂർ, ശ്രീധരൻ KTR, അജിത് K ശിവദാസ് എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വിശ്വബ്രഹ്മ പ്രാർത്ഥനാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ സരയൂ തീരത്ത് നടന്ന പിതൃതർപ്പണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാമചന്ദ്രൻ ആചാരി നേതൃത്വം നൽകി. നിരവധി പേരാണ് പിതൃതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. തൃപ്രയാർ മേൽതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണത്തിന് ആലാകോരു ആശാൻ, സ്മാരകം വൈദിക സംഘം, കോതപ്രമ്പ് പനങ്ങാട്ട് പ്രബീഷ് ശാന്തി, SN പുരം കാതിക്കുളം കണ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പറമ്പൻതളി മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആചാര്യൻ അങ്കമാലി അജിത് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ MV രത്നാകരൻ, ഹരിദാസൻ കരുമത്തിൽ, അശോകൻ കുരിയക്കോട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. വെളുത്തൂർ NSS കരയോഗത്തിന്റെ പൊതുയോഗം SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നടന്നു. ഡോക്ടർ M കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് സാജു പോത്താനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേഷ് എരിങ്ങൽ, വൈസ് പ്രസിഡന്റ് ഗോപി അറക്കൽ, ജോയിന്റ് സെക്രട്ടറി ശാന്തകുമാരി, വനിതാ സമാജം പ്രസിഡന്റ് രാജേശ്വരി കടലായിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം 1ാം റാങ്ക് ജേതാവ് ഫാദർ ജോമോൻ മുരിങ്ങാത്തേരിയെ തൃശൂർ മലയാള പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B. അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ SK വസന്തൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ I. ഷൺമുഖദാസ്, ഡോക്ടർ CV സുധീർ, മുൻവർഷ റാങ്ക് ജേതാക്കളായ MA റഹ്ല, C. ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിച്ച് കൈമാറി. യൂത്ത് കോൺഗ്രസ് അരിമ്പൂർ മണ്ഡലം പ്രസിഡന്റ് അനസ് കൈപ്പള്ളി, 15ാം വാർഡ് പ്രസിഡന്റ് സിൻഡു, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയശ്രീ രാജൻ, രാധാകൃഷ്ണൻ പുതിയടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് കരുപ്പായി പള്ളത്തുകാവ് മുത്തപ്പൻ ശ്രീ കാളീശ്വരി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി സുനിൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശേഷം ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ബ്യൂട്ടി സലൂൺ ശൃംഖലയായ ടുലിപ്സ് ഉടമ ഷിബു ടുലിപ്സും ജനറൽ മാനേജർ അനന്തു ചന്ദ്രനും ചേർന്ന് 1 ലക്ഷം രൂപയാണ് വയനാടിനായി നൽകിയത്. പൈലറ്റായി ജോലി ലഭിച്ച നിഖിൽ രാജീവിനെ കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉപഹാരം നൽകി അനുമോദിച്ചു. കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായ KC ബാബു, CI ഇട്ടി മാത്യു, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവിന്റെ മകനാണ് ഇൻഡിഗോ പൈലറ്റ് നിഖിൽ രാജീവ്. എടത്തുരുത്തിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ. കനോലി കനാൽ കരകവിഞ്ഞ് വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് 112 പേരാണ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. സുഷമ നന്ദകുമാർ എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ്, PRO KM അഷ്റഫ്, കൊടുങ്ങല്ലൂർ DYSP BK രാജു, കൈപ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ നല്ലൊരു സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിയും. മണപ്പുറം നമുക്കറിയാം, ഈ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ശ്രദ്ധ സമൂഹത്തിന് വേണ്ടി ഉണ്ട്. ആ ഒരു സഹായം തന്നെയാണ് ഇവിടെയും എത്തിയിരിക്കുന്നത്. കാട്ടൂരിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി യുവജനങ്ങളും. കാട്ടൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 2 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ പലവ്യഞ്ജനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളുമാണ് കരാഞ്ചിറ ഫ്രണ്ട്സ് ക്ലബ്ബ് കൈമാറിയത്. പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 200ഓളം പേരാണ് ക്യാമ്പിൽ കഴിയുന്നത്. ക്ലബ്ബ് ഭാരവാഹികളായ സെമിൽ കുമാർ, അനൂപ് കൊല്ലയിൽ, രാഹുൽ നാഥ്, അൻസിൽ എന്നിവർ ചേർന്ന് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, സ്ഥിരം സമിതി അധ്യക്ഷ രഹി ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കൈമാറി. സംസ്ഥാനത്ത് 2 ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ 2.0 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളി തീരദേശവാസികൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തത്തിന്റെ കാരണം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിൽ കാണാതായവർക്കായി 5ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടലിൽ അനാഥരായവർ ഒറ്റക്കാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുത്തൂർ കൈനൂരിൽ വെള്ളക്കെട്ടിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈനൂർ സ്വദേശി അഖിലാണ് മരിച്ചത്. പിതൃമോക്ഷത്തിനായി ബലിയർപ്പിച്ച് ആയിരങ്ങൾ. ബലിതർപ്പണത്തിനായി ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ വൻ തിരക്ക്. മണ്ണുത്തിയിൽ ലോറിയിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പോലീസ് പിടികൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 കുപ്പി മദ്യവുമായി 2 പേർ പിടിയിൽ. ആറാട്ടുപുഴ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. കാലവർഷക്കെടുതിയുടെ ആനുകൂല്യങ്ങൾക്കായി ഓഫീസ് കയറിയിറങ്ങി ദുരിതബാധിതർ. കുന്നംകുളം തൃശൂർ റോഡിന്റെ ശോചനീയാവസ്ഥ. നിരാഹാര സമരം നടത്തിയ ദിലീപ് അബ്ദുൾ ഖാദറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.